ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാനല്ല കേട്ടോ വീഡിയോ എടുക്കുന്നത്. ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു സംഭവമാണ് ഇവിടെ നടക്കുന്നത്. ഓഫീസിൽ നിന്ന് വന്നു കഴിയുമ്പോഴത്തേക്ക് അവിടുന്ന് മഹേഷ് ഏട്ടൻ വൈകിയോട് പറയുന്നുണ്ട് വീഡിയോ എടുക്കൂ. എന്താണെന്ന് ഒരു ക്ലൂ ഇല്ല. അങ്ങനെ വീഡിയോ എടുത്ത് ഞാൻ അകത്ത് വന്ന് ഒക്കെ മാറ്റി മഹേഷ് ഏട്ടൻ പറഞ്ഞു റൂമിനകത്തേക്ക് വാ, അവിടെ അച്ചു ഇരിപ്പുണ്ടെന്ന്. ഐ വാസ് തിങ്കിങ് എന്തോ അച്ചുവോ. അങ്ങനെ അകത്തേക്ക് വന്നപ്പോൾ അവിടെ എന്തോ ഒരു ഫ്രിഡ്ജ് പോലൊരു സാധനം തുറന്നു നോക്കിയപ്പോൾ എന്തോ ഒരു ബോക്സാണ് കേട്ടോ. ആൻഡ് ഇറ്റ് ഇസ് ഫ്രം ആമസോൺ. അപ്പോൾ ഇതെന്താണെന്ന് എനിക്ക് ഒരു ക്ലൂ ഇല്ല, ഒരു ഐഡിയ ഇല്ല. ഇനി എൻ്റെ ബർത്ത്ഡേ ഗിഫ്റ്റ് എങ്ങാണോ ആണോ? ബിക്കോസ് എൻ്റെ ബർത്ത്ഡേ ഓഗസ്റ്റിലാണ് വരുന്നത്. അപ്പോൾ അതുമല്ല. ആൻഡ് ഐ നെവർ എക്സ്പെക്റ്റഡ് വാട്ട് ഇറ്റ് ഈസ്. ആൻഡ് ഇത്ര വലിയൊരു സംഭവം എന്താണെന്നും അറിയുന്നില്ല. ഇപ്പം നിങ്ങളെപ്പോലെ തന്നെ ഞാനും ക്ലൂലെസ് ആണ്. അങ്ങനെ ശരി, ഇനിയിപ്പോൾ അൺബോക്സിങ് വീഡിയോ ആയാലോ. ഇപ്പം നിങ്ങൾ വിചാരിക്കും ഈ വീഡിയോ എന്താ ഇത്ര ക്ലാരിറ്റി ഇല്ലാത്ത. എൻ്റെ മോളാണ് കേട്ടോ എടുക്കുന്നത്, അതിൻ്റേതായിട്ടുള്ള ഫ്ലോസ്. ഇപ്പോൾ എൻ്റെ മോൻ്റെ കയ്യിലേക്കാണ് ക്യാമറ കിട്ടിയിരിക്കുന്നത്, അച്ചുവിൻ്റെ. സോ അതിൻ്റേതായിട്ടുള്ള മാറ്റം ഇപ്പോൾ കാണാം. അങ്ങനെ ഈ ബോക്സ് എന്താണ് ഇതിൻ്റെ ഉള്ളിൽ എന്നുള്ള ഒരു ആകാംക്ഷയിലാണ് ഞങ്ങളെല്ലാവരും. മഹേഷ് ഏട്ടന് മാത്രം അറിയാം എന്താണെന്ന്, പക്ഷെ ആളോട്ട് പറയുന്നുമില്ല. എന്നാൽ പിന്നെ എല്ലാം തുറക്കാമെന്നുള്ള ഇതിൽ അൺബോക്സിങ് ചെയ്യാണ്. പക്ഷെ അതിന് നല്ല പേഷ്യൻസ് വേണം കേട്ടോ. അതും പ്രത്യേകിച്ച് ഗിഫ്റ്റൊക്കെ എന്ന് പറയുമ്പോൾ നമുക്ക് അത്ര പേഷ്യൻസ് ഉണ്ടാവില്ല. അങ്ങനെ ഞാനും കുഞ്ഞനും ഒക്കെ കൂടി അത് പിടിച്ച് വലിക്കുകയാണ്. അപ്പോഴേക്കും മഹേഷേട്ടൻ പറഞ്ഞു ശരി ഞാനും കൂടെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞു. എന്നിട്ടും ഒരു ക്ഷമയുമില്ല, ഞാനതെല്ലാം പിടിച്ച് വലിച്ച് പറിക്കുകയാണ് അതിൻ്റെ. ഇവരുടെ പാക്കിംഗ് നല്ല അടിപൊളിയാണ്, ആമസോണിൻ്റെ. അങ്ങനെ ഇതിനകത്ത് എന്താ സംഭവം എന്നറിയാൻ വേണ്ടിയിട്ടുള്ള അവസാന ഘട്ടം എത്തിയിരിക്കുകയാണ്. അങ്ങനെ പതുക്കെ ഞങ്ങളത് ഓപ്പൺ ചെയ്യുകയാണ്. എന്തായത്? റെഡി, 1 2 3 ടൻ. എന്താണെന്ന് നോക്കിക്കേ. എനിക്ക് വീഡിയോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ചേട്ടൻ പാവം റിങ്ങും ലൈറ്റ് റിങ്ങും ട്രൈപോഡും ഒക്കെയാണ് വാങ്ങിച്ച് തന്നിരിക്കുന്നത്. ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു കാര്യമാണ് കേട്ടോ. ദേ മൈക്ക് വരെ. അങ്ങനെ ഇതെല്ലാം കൂടെ കണ്ടപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പിയായി. അത് നമ്മൾ പ്രതീക്ഷിക്കാതെ നമ്മൾ ഇരിക്കുമ്പോൾ ഇങ്ങനെയുള്ള സംഭവങ്ങൾ കിട്ടുമ്പം അതൊരു വേറെ ഒരു ഫീല് തന്നെയാണ്. ഐ താങ്ക്ഡ് ഹിം. അങ്ങനെ കുഞ്ഞൻ ഓരോന്ന് എടുക്കുകയാണ്. അപ്പം ഇതൊക്കെ ഇനിയിപ്പം അസംബിൾ ചെയ്യണം. അപ്പം അതിനുള്ള തയ്യാറെടുപ്പിലാണ് ഞങ്ങൾ. ഇനിയിപ്പോൾ ഇതെല്ലാം ഊരി ഒന്ന് ശരിയാക്കണം. അപ്പോൾ ഇത് വളരെ കാലം പണ്ടൊക്കെ ഞാൻ ആഗ്രഹിച്ചിരുന്നു ഓരോരുത്തർ എങ്ങനെയാണ് വീഡിയോസ് എടുക്കുക. പിന്നെ ഈ റിങ് അത് ഞാൻ ആഗ്രഹിച്ചതായിരുന്നു നേരത്തേക്ക്. ഓരോരുത്തർ ഇങ്ങനെ വീഡിയോസ് എടുക്കുമ്പോൾ ലൈറ്റിങ്ങും കാര്യത്തിനും വേണ്ടിയിട്ടൊക്കെ. ആൻഡ് ദി മൈക്ക്, ഐ ഡോണ്ട് നോ, മൈക്ക് അധികം അങ്ങനെ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല ബിക്കോസ് വോയിസ് ഓവറാണ് എപ്പോഴും ചെയ്യുന്നത്. എന്നാലും ഇരിക്കട്ടെ. എനിവേ ഐ വാസ് സോ ഹാപ്പി. അതിൻ്റെ കൂട്ടത്തിൽ വേറൊരു സംഭവം കൂടെ കിട്ടി ഗൈസ്. അത് ഇനിയൊരു ട്രൈപോഡാണ്. ഇറ്റ് ഈസ് ലൈക്ക് ഫ്ലെക്സിബിൾ, നമുക്ക് എവിടെ വേണമെങ്കിലും ഇത് ഫിക്സ് ചെയ്യാം. സോ ഐ വാസ് ലൈക്ക് സൂപ്പർ ഹാപ്പി. അതിൻ്റെ കൂടെ നമുക്കൊരു റിമോട്ട് പോലത്തെ സംഭവം കിട്ടിയിട്ടുണ്ട്. പിന്നെ ഫോൺ വെക്കാനുള്ള ഇത്. പിന്നെ ഞാൻ ആ ലൈറ്റ് ഓപ്പൺ ചെയ്യാൻ നോക്കുകയാണ്. അത് ഭയങ്കര കെയർഫുള്ളായിട്ട് വേണം ഓപ്പൺ ചെയ്യാൻ. സോ കുഞ്ഞൻ അത് എടുക്കട്ടെ, ഞാൻ എടുക്കാം. അവനും ഭയങ്കര എക്സൈറ്റഡ് ആണ് ഇത് എന്താ സംഭവം എന്നറിയാൻ വേണ്ടിയിട്ടൊക്കെ. അങ്ങനെ അതും ഞങ്ങളിതെല്ലാം കൂടെ ഫിക്സ് ചെയ്യാനായിട്ട് നോക്കുകയാണ്. ഐ ആം സോ ഹാപ്പി. Lovely gifts. Okay, be a professional vlogger using these all things. Thank you. ഒരു 1 million subscribers കിട്ടട്ടെ. Thank you. ഇനി അത് പിന്നെ പതിവ് പോലെ ഇതൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്ത് പിന്നെ അതിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിക്കുകയാണ്. ആ ലൈറ്റും കാര്യങ്ങളും പല ഷെയ്ഡ്സാണുള്ളത്. അങ്ങനെ അതൊക്കെ ഞാനും കുഞ്ഞിനും കൂടെ എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ സ്റ്റാൻഡൊക്കെ അച്ചുവും മഹേഷ് ഏട്ടനും കൂടെ ഫിക്സ് ചെയ്ത് തന്നു. അപ്പോൾ ആദ്യം ഞങ്ങൾ വിചാരിച്ചു ഇത് ഒരു സർട്ടൻ ലെവൽ വരെ ഉണ്ടാവുള്ളൂ എന്ന്. പക്ഷേ ദെൻ വി സ്റ്റാർട്ടഡ് അസംബ്ലിങ് ഇറ്റ് പ്രോപ്പർലി. അതെങ്ങനെയൊക്കെയാണെന്ന് അച്ചുവിനും മഹേഷേട്ടനും മാത്രമേ പറ്റത്തുള്ളൂ. എനിക്കിതിനുള്ള ക്ഷമയൊന്നുമില്ല ഗൈസ്. അങ്ങനെ കുഞ്ഞൻ അവിടെ ആണെങ്കിൽ ആ ടേബിളും കൂടെ കണ്ടപ്പം അവൻ അവിടെ ഇരുന്ന് എഴുതാമെന്നൊക്കെ പറഞ്ഞ് നമ്മളെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അച്ചു അത് എങ്ങനെ ഫിക്സ് ചെയ്യണമെന്നുള്ള ഇതിലാണ്.
പക്ഷേ ഇതിന് കാറ്റലോഗും കാര്യങ്ങളൊന്നുമില്ല, നമ്മൾ നമ്മുടെ സെൽഫായിട്ട് ഡിസ്കവർ ചെയ്ത് ചെയ്യേണ്ടതാണ്. ഓക്കെ, ഈ സംഭവം വളരെ സൂപ്പറായിട്ടുണ്ട്. നമുക്കിപ്പോൾ എവിടെയെങ്കിലുമൊക്കെ ഔട്ട്ഡോർ പോകുമ്പോഴൊക്കെ എവിടെയെങ്കിലും വയ്ക്കാനും ഒക്കെ ഇറ്റ് ഈസ് ഗുഡ്, ഫ്ലെക്സിബിളാണ്. അതിൻ്റെ സ്റ്റാൻഡാണ് ഫോണിൻ്റെ ഇത് വെക്കാനുള്ള സംഭവം. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഈ മൈക്കും ഉണ്ട്. സോ മൈക്ക് പുറത്തൊക്കെ പോയിട്ട് ഷൂട്ട് ചെയ്യുമ്പോൾ ഈ മൈക്കിൽ വേണമെങ്കിൽ സംസാരിക്കാം. ആൻഡ് ഇതൊക്കെ അത് ഫിക്സ് ചെയ്യുന്ന ഒരു സ്ക്രൂവും കാര്യങ്ങളൊക്കെയാണ്. സോ ഇനിയിപ്പം ഈ ലൈറ്റും എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ബിക്കോസ് യൂഷ്വലി ഞാൻ എല്ലാവരുടെയും വീഡിയോസിലൊക്കെ കാണാറുണ്ട് ഇങ്ങനെ. ബട്ട് എനിവേ, താങ്ക് യു. മഹേഷേട്ടൻ ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്താണ് ഇത് കൊണ്ടുവന്നത്. ഒരു ക്ലൂവുമില്ല. അങ്ങനെയാണ് ഞാൻ വീട്ടിൽ നിന്ന് വന്നപ്പോൾ ഇങ്ങനെ. നേരത്തേക്കെന്ന് പറഞ്ഞാൽ നമ്മൾ ബർത്ത്ഡേക്ക് എന്തെങ്കിലുമൊക്കെ നമുക്ക് അറിയാം, എന്തെങ്കിലും സർപ്രൈസ് തരുമെന്ന്. പക്ഷേ ഇത് ഒന്നുമല്ലാത്ത സമയത്താണ് ഇത് തന്നിരിക്കുന്നത്. ഇതുപോലാണിത് ഫിക്സ് ചെയ്യേണ്ടത്. എന്നിട്ട് നമ്മളിത് ഫിക്സ് ചെയ്തിട്ട് ഇതിൻ്റെ വയറ് വന്നിട്ട് നമ്മൾ പ്ലഗിലേക്ക് കണക്ട് ചെയ്തിട്ടൊക്കെയാണ് ഇനി ചെയ്യേണ്ടത്. അപ്പോൾ ഇനി ഇതുകൊണ്ടായിരിക്കും ഞാൻ എൻ്റെ മാക്സിമം വ്ളോഗ് എടുക്കാൻ പോകുന്നത്. സോ ഇങ്ങനെയാണ് ആ സെറ്റിംഗ്. കൊള്ളാമല്ലേ? സോ നൈസ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇനിയിപ്പോൾ ഇതിൻ്റെ ഓരോ സെറ്റിങ്സും കാര്യങ്ങളും പഠിക്കണം. പിന്നെ നമ്മൾ ഓരോന്ന് എന്താ പറയുക, ഓരോ റിമോട്ട് പോലത്തെ ഒരു സംഭവം കിട്ടിയിട്ടുണ്ട്. അത് ക്ലിക്ക് ചെയ്യുമ്പം നമ്മളിത് ബ്ലൂടൂത്തായിട്ട് കണക്ട് ചെയ്യണം. അപ്പം ഇത് ക്ലിക്ക് ചെയ്യുമ്പം ഓട്ടോമാറ്റിക്കലി അവിടെ നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാവുന്നതാണ്. പിന്നെ ഇത് കളർ ചേഞ്ചിങ്ങിനും പിന്നെ അതിൻ്റെ ഡിഫറെൻറ്റ് കളേഴ്സ് ചേഞ്ച് ആക്കാനുള്ള ഒരു സെറ്റിങ്ങും ഇതിനകത്തുണ്ട്, ഈ വയറിനകത്ത്. അപ്പോൾ അതായത് കണ്ടില്ലേ, അത് നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പം ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ ഫോട്ടോ ക്ലിക്കാവും. സോ ഇങ്ങനെ ഞാൻ ഓരോന്നൊക്കെ ആയിട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ മൈക്ക് എടുത്ത് ഇതുപോലെ സെറ്റ് ചെയ്ത് വയ്ക്കാം. നമുക്കിതിനകത്ത് വർത്തമാനം പറയാം. അപ്പോൾ മോർ ക്ലാരിറ്റി കിട്ടുന്നതായിരിക്കും നമ്മൾ സംസാരിക്കുമ്പോൾ. സോ അപ്പോൾ എനിക്ക് കിട്ടിയ സർപ്രൈസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീണ്ടും അടുത്തൊരു വ്ളോഗുമായി കാണുന്നവരെ, until then, bye bye and stay tuned. Bye.